തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ നടപടി. അതേസമയം ലാലി വിൻസെന്റിനെതിരായ ആക്ഷേപം ഗൗരവതരമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അനന്തകൃഷ്ണൻ ഉൾപ്പെടെ കേസിൽ 7 പ്രതികളുണ്ട്. ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹൈക്കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. വധശിക്ഷയ്ക്കെതിരെയാണ് ഗ്രീഷ്മ അപ്പീൽ സമർപ്പിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. കേസിൽ 3ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മല കുമാരൻ നായരുടെ ശിക്ഷാവിധി കോടതി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു. പകുതി വില തട്ടിപ്പിൽ പ്രതികരിച്ച് പ്രതി അനന്തകൃഷ്ണൻ സത്യം പുറത്തുവരും, കേസ് അന്വേഷണം നടക്കട്ടെ എന്നാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സന്നദ്ധ സംഘടനകൾ വഴിയുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്നും അനന്തു കൂട്ടിച്ചേർത്തു. നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അനന്തകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യഹർജി തള്ളിയത്. മുൻപും സമാനമായ കേസിൽ ജാമ്യത്തിൽ തുടരുന്ന PC ജോർജ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത് കേസിൽ തിരിച്ചടിയായി. അനന്തകൃഷ്ണന് പ്രതിയായ CSR തട്ടിപ്പ് കേസിൽ വിശദീകരണവുമായി BJP നേതാവ് AN രാധാകൃഷ്ണൻ. സൈൻ സംഘടനയും തട്ടിപ്പിന്റെ ഇരയാണെന്നും ജനസേവനത്തിന് വേണ്ടിയാണ് പദ്ധതിയുടെ ഭാഗമായതെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. NGO കോൺഫെഡറേഷനിൽ സൈൻ സംഘടന അംഗമല്ലെന്നും AN രാധാകൃഷ്ണൻ വിശദീകരിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചു 1 മരണം, 4 പേർക്ക് പരിക്കേറ്റു. അടുക്കള ഭാഗത്തായിരുന്നു സ്ഫോടനം. ഐഡലി കഫേ എന്ന ഹോട്ടലിലായിരുന്നു പൊട്ടിത്തെറിയുണ്ടായത്. ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. പണിമുടക്ക് ദിവസം KSRTC ബസ്സുകൾ നശിപ്പിച്ച സംഭവത്തിൽ ജീവനക്കാർ അറസ്റ്റിൽ. കൊട്ടാരക്കര KSRTC ഡിപ്പോയിലെ ഡ്രൈവർമാരാണ് പിടിയിലായത്. കൊട്ടാരക്കര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പണിമുടക്ക് ദിവസം KSRTC ബസ്സുകളുടെ വയറിംഗ് കിറ്റുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചാണ് സംഭവം. മറയൂർ ചമ്പക്കാട്ടിൽ വിമലാണ് മരിച്ചത്. തീ പടരാതിരിക്കാനുള്ള ഫയർ ലൈൻ വെട്ടിത്തെളിക്കാൻ പോയവർക്ക് നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. വിമൽ ഒഴികെ 8 പേരും ഓടി രക്ഷപ്പെട്ടുവെന്നാണ് വിവരം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ വിശദീകരണം തേടി ഹൈക്കോടതി. 2 ആഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം നൽകിയത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി മുഹമ്മദ് റിയാസ്. നട്പ് എന്ന അടിക്കുറിപ്പോടെ ഉദയനിധിക്കുള്ള ചിത്രം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി ഉദയനിധി കേരളത്തിലെത്തിയ വേളയിലാണ് മന്ത്രിയുടെ സന്ദർശനം. കൂടാതെ സന്ദർശന വേളയിൽ ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനുമായ അരുൺ ഷൂരിയുടെ പുതിയ പുസ്തകമായ ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട് ഉദയനിധിക്ക് മന്ത്രി സമ്മാനമായി നൽകി. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ സഭയിൽ അമേരിക്കയെ പിന്തുണച്ച വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ജയശങ്കർ പറഞ്ഞു. തിരിച്ചെത്തുന്നവരെ ഇന്ത്യ സംരക്ഷിക്കും. അമേരിക്ക ആദ്യമായല്ല ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത്. 2009 മുതൽ തിരിച്ചയക്കുന്നുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന ട്രംപിന്റെ ഉത്തരവ് US കോടതി തടഞ്ഞു. ട്രംപിന്റെ ഉത്തരവ് ഭരണഘടനാ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി ഇത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്.